നമസ്കാരം. എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും വൈറൽ ഡിസീസിൽ ഞാൻ പഠിച്ച മഹത്തായ ചികിത്സാശാസ്ത്രമായ ഹോമിയോപ്പതി ഏത് തരത്തിൽ അതിന് സാധ്യതയുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ, ഏതൊരു പകർച്ചവ്യാധി വന്നാലും അല്ലെങ്കിൽ ഒരു മഹാമാരി വന്നാലും ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹോമിയോ ഡോക്ടർമാർ മുന്നോട്ട് വരുമ്പോൾ അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഈവൻ ഹോമിയോപ്പതിയെപ്പറ്റി നല്ലവണ്ണം പഠിക്കാത്ത ഹോമിയോ ഡോക്ടർമാർ വരെ കമൻറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അതിന് അവർക്ക് മറുപടി ഞാൻ കൊടുത്തിട്ടുമുണ്ട്. എങ്കിലും വളരെ വ്യക്തമായി ഈ ചികിത്സാശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഹോമിയോപ്പതിയിൽ ചികിത്സിക്കുവാൻ സാധിക്കാത്ത ഒരു അസുഖവുമില്ല. കാരണം അത് എങ്ങനെ ചെയ്യണം, ഏത് മെഡിസിൻ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഡോക്ടറുടെ ക്വാളിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അസുഖത്തെപ്പറ്റി നല്ല നോളജ് ഉണ്ടാകണം, പഠിച്ച മരുന്നിനെപ്പറ്റി നല്ല നോളജ് ഉണ്ടാകണം, രോഗിയെപ്പറ്റി നല്ല നോളജ് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ രോഗിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന രോഗലക്ഷണങ്ങളുടെ വിവരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ന് ലോകത്തിൽ ഒരു അസുഖവും ചികിത്സിക്കുവാൻ സാധിക്കാത്തതായി ഇല്ല എന്ന് തന്നെ വളരെ വ്യക്തമായി പറയുവാൻ സാധിക്കും. അതിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ പോലും ചിലത് മാത്രമേ അത്തരത്തിൽ, അതും ഒരു ലോങ് ടൈമിൽ അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് ഞാൻ ഇത്ര വ്യക്തമായി പറയുന്നത് വെച്ചാൽ, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, ഒത്തിരി ക്രോമസോൺ ഡിഫോമിറ്റി, ഞാൻ നമ്മുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നിന്നും പഠിച്ചിറങ്ങുമ്പോഴും അവിടെ ഞങ്ങൾക്ക് മെഡിസിൻ ഇല്ലാത്ത വിഷയങ്ങളിലായിരുന്നു ഇതെല്ലാം പഠിപ്പിച്ചത്. പക്ഷേ ഹോമിയോപ്പതി എന്ന ചികിത്സാശാസ്ത്രത്തിനകത്ത് ഒത്തിരി കുഞ്ഞുങ്ങളിൽ ഓട്ടിസത്തിനും അനുബന്ധമായി വരുന്ന പല അസുഖങ്ങൾക്കും, ഈവൻ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ പോലും ഒത്തിരി കുഞ്ഞുങ്ങളെ ചികിത്സിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് വളരെ അഭിമാനത്തോടു കൂടെ ഞാൻ ഹോമിയോപ്പതിയെപ്പറ്റി സംസാരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്ന അരുമ്പാറ ചികിത്സിക്കുവാൻ ഹോമിയോപ്പതിയിൽ ടോപ്പായിട്ടും കണ്ടെത്തിയിരിക്കുന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ സാമുവൽ ഹാനിമാൻ്റെ കാലഘട്ടത്തിൽ കണ്ടെത്തിയതായിരുന്നു. അത് തൂജ എന്നാണ് ആ മെഡിസിൻ്റെ പേര്, തൂജ ഓക്സിഡൻ്റാലിസ്. അപ്പോൾ ഒരു റീട്രോ വൈറസായ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയെ ചികിത്സിക്കുവാൻ ഹോമിയോപ്പതിയിലെ ഒരു ചെടിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മരുന്നിന് സാധിക്കുന്നുവെങ്കിൽ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു വൈറസ് എന്ന് പറഞ്ഞു വരുന്ന പ്രോട്ടീൻ കണങ്ങളെ ചികിത്സിക്കുവാൻ പുതിയ മരുന്നിൻ്റെ കണ്ടെത്തലുകളൊന്നും ആവശ്യമില്ല. ഹോമിയോപ്പതി എന്ന മഹത്തായ ചികിത്സാശാസ്ത്രത്തിൽ ഇതിനുള്ള എല്ലാ പ്രതിവിധികളും വളരെ വ്യക്തമായി വരച്ച് കാട്ടിയിരിക്കുക. അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ സിസ്റ്റത്തെ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ ഇത് വെറും ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത വീഡിയോകളും പോസ്റ്റുകളും കുറേ സോഷ്യലിൽ ഭയങ്കര ബുദ്ധിമാന്മാരും പറയുന്നത് കേട്ട് ജനങ്ങളായ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ പിന്നിൽ വലിയൊരു സയൻസ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാം, എയ്ഡ്സ് അതുണ്ടാക്കുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അടുത്തത് നമ്മുടെ അവസാനമായി വന്ന പാൻഡമിക് കൊറോണ. ഈ കൊറോണ എന്ന് പറയുന്ന വൈറസ് 2019 വന്നതല്ല, 1960കളിൽ കണ്ടെത്തിയ, അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, സഡൻ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, സാഴ്സ്, മേഴ്സ്, ഈ രണ്ട് കണ്ടീഷനിലും കോസറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദ കോസറ്റീവ് ഓർഗാനിസം കൊറോണ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ 2019 ആയപ്പോഴേക്കും ഈ കൊറോണ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഹൈലി മ്യൂട്ടഡ് വേർഷനിലേക്ക് കൺവെർട്ട് ചെയ്തതിൻ്റെ പിന്നിൽ വുഹാനിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൈയുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരെന്നും അന്വേഷിക്കുവാൻ ഇവിടുത്തെ ഒരു അന്വേഷണ സംഘവും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയാം, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ കണങ്ങളെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, ഇമ്മ്യൂണോ ഗ്ലോബുലിൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വൈറസ് എന്ന പേരിൽ ഇനിയും പുതിയ പല വൈറസുകളുടെയും രംഗപ്രവേശം ഇവിടെ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള പ്രതിവിധികളായിട്ട് മരുന്നുകൾ മുന്നമേ തന്നെ വാക്സിനായിട്ട് ഇവർ പ്രിപ്പയർ ചെയ്ത് വെക്കുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയിലെ പൂനെ വാലയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൊറോണയുടെ വാർത്ത വരുന്നതിന് മുൻപേ തന്നെ 50 ലക്ഷം വാക്സിനുകൾ ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തത് ഫൈസർ കമ്പനിയാണ്. പല പേരുകളിലാണ് മരുന്നുകൾ വന്നത്, വാക്സിനുകൾ വന്നത്. അതെന്തൊക്കെയാണ്? കോവിഷീൽഡ്, കോവാക്സിൻ, ദെൻ ഫൈസറിൻ്റെ വാക്സിൻ, മെഡോണ, ഇതെല്ലാം പേരുകൾ പലതാണെങ്കിലും പല രാജ്യങ്ങളിലും പ്രിപ്പയർ ചെയ്തെങ്കിലും ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർ കൊടുത്ത സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി അന്ന് നമ്മുടെ പൂനെയിലെ അതുമായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റായിരുന്ന വ്യക്തികൾ പറഞ്ഞു എന്തോ 100% സക്സസ് എന്ന്. എന്നിട്ട് അവസാനം എന്തായി? നമ്മുടെ ഇന്ത്യയിൽ ഇതുമൂലം ഇന്ന് വാക്സിൻ്റെ കോംപ്ലിക്കേഷനിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം കുറഞ്ഞ നമ്മുടെ യുവതലമുറകളിൽ ഇതിനെല്ലാം ഉത്തരവാദി ആരാണ്? അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയാം, ഹോമിയോപ്പതിയിൽ ഇതിനുള്ള മരുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ അനുഭവങ്ങളെന്നല്ല, ഞാൻ ചികിത്സിച്ച് കണ്ടെത്തിയ സത്യങ്ങൾ
അത് ഈ ലോകത്തിന് അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അറിയിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ഇത് ചികിത്സിക്കുവാനുള്ള ആ ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൻ്റെ സ്ഥാപനത്തിന് തരുവാനില്ല. അല്ലാതെ വെറുതെ ഒരു അനുമാനത്തിലൊന്നുമില്ല, തെളിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ വൈറൽ ഡിസീസിൻ്റെ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അസുഖം വന്നു, ആ അസുഖത്തിൽ മനുഷ്യൻ പ്രകടമാകുന്ന രോഗലക്ഷണങ്ങൾക്കാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ അത്തരം രോഗലക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയുന്ന മരുന്നുകളുടെ ഒരു പ്രൂവിങ് മനുഷ്യരിൽ തന്നെ ചെയ്ത ഒരു ക്രോഡീകരിച്ചിരിക്കുന്ന പുസ്തകമുണ്ട്, മെറ്റീരിയ മെഡിക്ക. മരുന്നുകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ വളരെ വ്യക്തമായി ഒരു മനുഷ്യനുണ്ടാകുന്ന അവൻ്റെ തല മുതൽ പാദം വരെ ഉണ്ടാകുന്ന എല്ലാ രോഗ അവസ്ഥകളുടെ ലക്ഷണങ്ങൾ ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്ന പുസ്തകമാണ് മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്നത്, നമ്മുടെ മെഡിസിനെ കുറിച്ചുള്ള പുസ്തകം. അതിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചാൽ ഇവിടെ വരുന്ന ഏത് പാൻഡമിക്കായാലും, ഏത് ബാക്ടീരിയൽ, വൈറൽ, ഏത് തരത്തിലുള്ള അസുഖമായാലും അതിനെല്ലാം ചികിത്സിക്കുവാൻ ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് വ്യക്തമായ ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.